തങ്ങളോട് പറയുകയാ, അതേ ഉബയ്യ, നീ ധാരാളം സലാത്ത് വർദ്ധിപ്പിക്കുക യാണെങ്കിൽ നിന്റെ മാനസികമായിട്ടുള്ള എല്ലാ പ്രയാസവും മാറിക്കിട്ടും. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നവും മാനസികമാണ്. പൈസ ഇല്ലാത്ത വിഷയം ആർക്കും ഇല്ല, എല്ലാവരും പൈസ ഉണ്ട്. ഇല്ലേ ഇന്ന് പണ്ടത്തെ പോലെ ഇന്നിപ്പോ പൈസ ഇല്ലാത്ത മാതിരി ഇന്നത്തെ കാലത്ത് ബണ്ണങ്ങിരിക്കും പട്ടിണിക്കിരിക്കുന്ന ഓന്റെ കേസിൽ 500 ഉറുപ്പിക ഉണ്ടാവും. എല്ലാരും സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ്, സവളത്തു ഇഷ്ടം പോലെ. എന്ത് സൗകര്യത്തിന് കുറവുള്ള എല്ലാം ഉണ്ട്. പിന്നെ എന്താ ഇല്ലാത്ത സമാധാനം. അവന്റെ ഉള്ളൊക്കെ പോയെങ്കിൽ പുറത്തൊക്കെ പോകണമെന്നാണ്, പുറത്തൊക്കെ പോയെങ്കിൽ അവർക്ക് ഉള്ളൊക്കെ പോയിരാന്നാണ്, ടൗണിലൊക്കെ പോയെങ്കിൽ ഊടൊക്കെ വരാനാണ്, ക്ലബിലൊക്കെ പോയെങ്കിൽ കമ്മിറ്റിക്ക് പോകാനാണ്, കമ്മിറ്റിക്ക് പോകുന്ന ക്ലബിലേക്ക് പോകാനാണ്, ഇനി മദ്രസക്ക് പോകാൻ പള്ളിക്ക് പോകാനാണ്. ഒട്ടാരവരെ കട്ടർ പൂച്ച പോലെ ഒരു സമാധാനം ചെന്ന സംഗതിയേ ഇല്ല, റാഹത്തില്ല. കണ്ട നിങ്ങ പേപ്പറിലെ ന്യൂസിലെല്ലാം കണ്ടിട്ടില്ലേ? മഹേഷ് ബഷിന്റെ ഓണർ മൃഗയ ആത്മഹത്യ ചെയ്തു. മഹേഷ് ബസ് നിങ്ങളിലെ പായുന്നല്ലേ? ദക്ഷിണ കന്നഡ ജില്ലയിലെ ഉടുപ്പിയിലെ ഭാഗത്തുള്ള അറിയപ്പെട്ട ബസ്സിന്റെ ഓണറാണ് അയാൾ. എല്ലാം അറിയപ്പെട്ട ആൾ. പൈസ ഉണ്ടാവല്ലേ, ഇഷ്ടം പോലെ ഉണ്ടാവല്ലേ. സുസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. എന്ത് കാര്യം? എന്തോ സമാധാനമില്ല, കൺട്രോൾ ആക്കാനാന്നില്ല, നിയന്ത്രിക്കാനാന്നില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. എല്ലാം ഉണ്ടായിട്ടും അതില്ലെങ്കിൽ പോയല്ല. എന്നാ ഉബയ്യ റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് ഉമ്മ കേട്ടോ, പെങ്ങള് കേട്ടോ, മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞ മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. മറ്റോർ പറയും പോലെ വാറോലെയോ ബാറോലെയോ അല്ല, വളരെ കൃത്യമാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാ, ഉബയ്യേ, എന്റെ മേലെ ധാരാളം സ്വലാത്ത് നീ കണ്ണും ചിമ്മി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, കൗണ്ടർ നോക്കിയിട്ട് എണ്ണം വെക്കാതെ, എപ്പോഴും തസ്ബീഹിന്റെ മാല പിടിച്ചിട്ട് എണ്ണം വെക്കാതെ ജാസ്തി ജാസ്തിയായിട്ട് എന്റെ മേലെ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ, അലോണം സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിനക്കത് ഖൈറാണെന്ന് മാത്രമല്ല, നിന്റെ എല്ലാ നിലക്കുള്ള പിരിമുറുക്കോ, മാനസിക സമ്മർദ്ദോ, ടെൻഷന് എല്ലാം മാറിക്കിട്ടും കേട്ടോ. ഏറിയ സമാധാനം, റാഹത്ത്, ബർക്കത്ത്, സലാമത്ത് അല്ലാഹ് നൽകും കേട്ടോ. മാത്രമല്ല നിന്റെ സകലമാന പാപങ്ങളും അല്ലാഹ് പൊറുക്കോ. നിന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹ് പൊറുക്കും. അപ്പൊ ദോഷങ്ങൾ പുറത്തിട്ട് നാളെ പരലോകം രക്ഷപ്പെടാനും മാനസികമായ, ശാരീരികമായ, ഭൗതികമായ സകലമായ പ്രശ്നങ്ങൾ തീർന്നിട്ട് സമാധാനം ലഭിക്കാനും ഏറ്റവും നല്ല സിദ്ധൌഷധമാണ് സ്വലാത്തു റസൂലില്ലാഹ്, സ്വലാത്തു റസൂലില്ലാഹ്. മുസ്തഫായ നബി തങ്ങളെ മേലെയുള്ള സലാത്ത്. അത് ഏത് സലാത്തുമാവോ, നാരിയത്ത് സലാത്തുമാവോ, അതല്ല വേറെ ഏത് സലാത്ത് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അത് ചൊല്ലാം. എല്ലാ സലാത്തും ഒരുപോലെയല്ല, വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്, വ്യത്യസ്തമായ കൂലിയുണ്ട്. വലിയവരായ മഹാന്മാരായ ഇമാമിങ്ങൾ, മശായിഖുമാർ, ഔലിയാക്കൾ, ഖദർ നബിയെ പോലെയുള്ളവർ, ജിബ്രീലിനെ പോലെയുള്ളവർ, ആയിഷ ബീവിയെ പോലെയുള്ളവർ, ഫാത്തിമ ബീവിയെ പോലെയുള്ളവർ, അവർ സ്വന്തമായിട്ട് ചൊല്ലിയ ഒരുപാട് സലാത്തുകളുണ്ട്. ആ ഏത് സലാത്ത് എടുത്ത് ചൊല്ലിയാലും അത് വളരെ കൂലിയുള്ള കാര്യമാണ്. മാത്രമല്ല സലാത്ത് ഇന്ന തന്നെ ആണോ എന്നത് തിട്ടമല്ല. ആരത്ത് സലാത്ത് ചൊല്ല, ഞങ്ങൾ അത്തയ്യാത്തിന്റെ പിന്നെ ഓതുന്ന ഇബ്രാഹിമിയ സലാത്ത് ചൊല്ല, അഅ്ലമു സലാത്ത് ചൊല്ല, സലാത്തുൽ ഫാത്തിഹി ചൊല്ല. ഏതാണോ നിനക്ക് സൗകര്യം അത് ധാരാളം ചൊല്ലിക്കോ. മാത്രമല്ല സലാത്ത് ഇന്ന തന്നെയാണോ എന്ന് പറയാൻ കഴിയില്ല. ഇമാം റൂഹുൽ ബയാനിലെ അല്ലാമ ആലൂസി റളിയല്ലാഹു അൻഹു റൂഹുൽ ബയാനിലെ ഇബാറത്ത് കണ്ടു. അവിടുന്ന് പറയുന്നുണ്ട്, മഹാൻ അവരുടെ കാലത്ത്, അതായത് ഏകദേശം 800-900 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ലോകം കണ്ട ഏറ്റവും വലിയ മഹാനാണ് ഇമാം. തന്റെ തഫ്സീറിന്റെ കിതാബില് അവിടുത്തെ റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്, അന്ന് 12,000-ൽ പരം വരുന്ന സലാത്തിന്റെ വാചകങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ എത്ര ഉണ്ടാവും? എന്തായി?
മഴ തണ്ണിറ്റുന്ന മാത്രം എണിച്ചാൽ മതി, അല്ലാണ്ട് നടുവിലുള്ളവരിൽ എണിച്ചിട്ട് പോകുന്നത് നീ മഴ ഇറ്റുന്നങ്ങ മാത്രം മേൾക്ക് നനയുന്നങ്ങ മാത്രം എണിച്ചിട്ട് പോയെങ്കിലായി, അല്ലെങ്കിൽ അങ്ങനെ എണിച്ചിട്ട് പോകണമെന്നൊന്നുമില്ല. കാരണം പറഞ്ഞാ ഇവിടെ ഇരിക്കാൻ തന്നെ വേണം വലിയൊരു ഭാഗ്യം. അത് ഞാൻ വന്നനെ കൊണ്ടാ നിങ്ങായനെ കൊണ്ടൊന്നുമല്ല, ഇതൊരു സ്വർഗത്തിന്റെ തൊപ്പ, മലായികത്തീങ്ങളുള്ള സ്ഥലമാണ്. മുത്തുനബിതങ്ങളെ പറയപ്പെടുന്ന മജ്‌ലിസ്, മുത്തുനബിതങ്ങളെ പറയപ്പെടുന്ന മജ്‌ലിസ് ആണെങ്കിൽ അവിടെ പിന്നെ അപ്പീലില്ല, രണ്ടാമതൊരു ചോദ്യമില്ല. അത് ബർക്കത്തിന്റെ ഇടമാണ്, അത് സമാധാനത്തിന്റെ സ്ഥലമാണ്, അത് ഇജാബത്ത് നൽകപ്പെടുന്ന സ്ഥലമാണ്, അത് ഏറിയ പ്രതിഫലം നൽകപ്പെടുന്ന സ്ഥലമാണ്. ഹബീബായ നബി തങ്ങളെ പറയുക എന്നത് വലിയ കാര്യം തന്നെയല്ലേ, ചെറിയ വിഷയമല്ലല്ലോ. മുസ്തഫായ നബി തങ്ങളെ പറ്റി പറയുക, പൊന്നാര നബി തങ്ങളെ പ്രകീർത്തനങ്ങൾ പറയുക, പൊന്നാര നബി തങ്ങളെ മദ്ഹ് പറയുക. ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമാൽ. മുസ്തഫായ നബി തങ്ങളെ ഹുബ്ബ് വെക്കുക, പിരിശം വെക്കുക. മുസ്തഫായ നബി തങ്ങളെ ഹുബ്ബ് വെക്കുക, പിരിശം വെക്കുക. വ മദ്ഹുഹു, നബി തങ്ങളെ മദ്ഹ് പറയുക, നബി തങ്ങളെ പ്രശംസിച്ച് പാടി പറയുക, പ്രസംഗിച്ച് പറയുക. അത് ആര് പറഞ്ഞാലും എത്ര പറഞ്ഞാലും തീരേല. ആ റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ് പറയല, ആ റസൂലുള്ളാഹി തങ്ങളെ ഹുബ്ബ് വെക്കല. ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലല്ലാഹു ബിഹി യുബല്ലിഗുഹു അമൽ വലഹു ബിനൈൽ ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഏറെ കൂലിയുള്ള അമലാണത്, ഏറെ ശ്രേഷ്ഠമായ ഇബാദത്താണത്. നബി തങ്ങളെ പറ്റി മദ്ഹ് പറയൽ ഏറെ കൂലിയുള്ള ഇബാദത്താണത്. അതുകൊണ്ടാണ് മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞ് നബി തങ്ങളെ പറ്റിയുള്ള മദ്ഹ് പറയാൻ, അവിടത്തെ മൗലിദ് ഓദിക്കാൻ ഉഹുദ് മലയോളമുള്ള സ്വർണ്ണങ്ങൾ ഉണ്ടെങ്കിലും, ഹിമാലയം പോലെ എന്റെ കയ്യിൽ കാശുണ്ടെങ്കിലും ഞാനതെല്ലാം നബി തങ്ങളെ മൗലിദിന് വേണ്ടി, നബി തങ്ങളെ മദ്ഹ് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കുമെന്ന് മഹാന്മാർ പറഞ്ഞു. കാരണം നബി തങ്ങളെ മദ്ഹ് പറയൽ ഏറ്റവും വലിയ ഇബാദത്താണ്. അവിടെ ബർക്കത്തുണ്ട്, അവിടെ സലാമത്തുണ്ട്. നബി തങ്ങളെ മൗലിദ് ഓതുക എന്നത് വലിയ കാര്യം തന്നെയാണ്. മദ്ഹ് പറയല്, മൗലിദ് ഓതല്, നബി തങ്ങളെ പ്രകീർത്തിച്ച് പാടല് എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒന്നെ. നബി തങ്ങളെ മദ്ഹ് പറയല്, മൗലിദ് ഓതല് എന്ന് പറഞ്ഞാല് അല്ല ഒന്നല്ലേ. ചില മനുഷ്യന്മാർ പറയലുണ്ട് മൗലിദ് ശിർക്ക്, മദ്ഹ് പറയാ. ഈ മൗലിദ് ഓന്തി വിചാരിച്ച മൗലിദിന് തെരലിന്റെ വാല. സത്യം പറഞ്ഞ വിശുദ്ധ ഖുർആൻ തന്നെ മുസ്തഫായ നബി തങ്ങളെ മദ്ഹ് പറയുന്ന മൗലിദിന്റെ കിതാബല്ലേ. നിങ്ങൾ ഗാബിരിയാണ്ട, ഞാൻ ബോധത്തിൽ തന്നെ ചെല്ലേ. വിശുദ്ധ ഖുർആനിൽ എത്ര മദ്ഹുണ്ട് റസൂലുള്ളാഹിന്റെ. ഹബീബായ നബി തങ്ങളെ പറ്റി എന്തെല്ലാം വാഴ്ത്തിട്ടാ റസൂലുള്ള പറഞ്ഞ്. റസൂലുള്ളയെ വാഴ്ത്തി തീരുമോ? റസൂലുള്ളയെ മദ്ഹ് പറഞ്ഞിട്ട് തീരുമോ? റസൂലുള്ളയുടെ മദ്ഹ് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയുമോ? ഇന്നാ ഇല്ലാ ഫഇന്ന ഫളല റസൂലുള്ളാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബാൻ ഉനാതികും ബിഫമി. മുസ്തഫായ നബി തങ്ങളെ പറഞ്ഞിട്ട് തീർക്കാൻ കഴിയില്ല, ഹബീബായ നബി തങ്ങളെ പ്രകീർത്തിച്ചിട്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല. അല്ലാഹു തആല പോലും നബി തങ്ങളെ എങ്ങനെയാ മദ്ഹ് പറഞ്ഞത്? അല്ലാഹു തആല പോലും നബി തങ്ങളെ ധാരാളം വാഴ്ത്തി പറഞ്ഞപ്പോ, അവിടുന്ന് വിളിച്ചിട്ട് മദ്ഹ് പറഞ്ഞപ്പോ ഒരൊറ്റ സ്ഥലത്ത് പോലും അല്ലാഹു നബി തങ്ങളെ പേര് വിളിച്ചില്ല. ആദം നബിനെ പറ്റി പറയുമ്പോ അല്ലാഹു പറഞ്ഞു, യാ ആദം ഉസ്കുൻ അൻത വസൗജുക. ആദമേ എന്ന പേര് വിളിച്ചോ. മൂസാ നബിയെ പേര് വിളിച്ചു. വിശുദ്ധ ഖുർആൻ തുറന്നു നോക്കിയെങ്കിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പിന്നെ ഖുർആനിൽ പേര് കാണും തന്നെ മൂസാ നബിന്റെ അല്ലെ. വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട പ്രവാചകന്മാരുടെ പേരുകളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ടത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയാണ്. പ്രവാചകന്മാരിൽ ഏറ്റവും ഉന്നതരാണ്. പ്രവാചകന്മാരിൽ ഏറ്റവും വലിയവരാണ്. ഉലുൽ അസ്മീങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. പ്രവാചകന്മാരിൽ
നബിമാരിൽ ഏറ്റവും ശക്തനാണ്, എല്ലാം കൊണ്ട് വലിയ ആളാണ് അല്ലേ? കല്ലമല്ലാഹു മൂസാ തക്ലീമാ, അല്ലാഹു പോലും നേരിട്ട് സംസാരിച്ചിട്ടുള്ളയാളാ. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പേര് ചൊല്ലിയിട്ട് വിളിച്ചോ. ഈസാ നബിയെ പേര് ചൊല്ലിയിട്ട് വിളിച്ചു. യഹ്യാ നബിയെ പേര് ചൊല്ലിയിട്ട് വിളിച്ചു. യാ യഹ്യാ ഖുദിൽ കിതാബ്. ഇബ്രാഹിം നബിയെ പേര് ചൊല്ലി വിളിച്ചു. അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഇയാ. എല്ലാ നബിമാരെയും പെണ്ണുങ്ങളെ ഭാഗത്ത് സൗണ്ട് എല്ലാം ക്ലിയർ അല്ലോ അല്ലേ? ഓപ്പറേറ്റർ അല്ലേ? മാഷാ അല്ലാഹ്. എല്ലാ നല്ലവരായ നബിമാരെയും പ്രവാചകന്മാരെയും അല്ലാഹു പേര് ചൊല്ലിയിട്ട് അവരെ മദ്ഹ് പറഞ്ഞപ്പോ, വിളിച്ച കാര്യം പറഞ്ഞപ്പോ, അവരെ പ്രകീർത്തിച്ചപ്പോ മുസ്തഫ നബി തങ്ങൾ അവരെടുത്തു പോലും അല്ലാഹു പേര് പറഞ്ഞില്ല. മറിച്ച് നബി തങ്ങളെ സ്ഥാനമാന ബഹുമാനങ്ങൾ പറഞ്ഞിട്ട്, വിശേഷണം പറഞ്ഞിട്ട് അല്ലാഹു വിളിച്ചു. യാ അയ്യുഹൻ നബിയോ യാ അയ്യുഹൽ മുസമ്മിൽ. നബി തങ്ങളെ വിശേഷണം പറഞ്ഞിട്ടാണ് അല്ലാഹു വിളിക്കുന്നത്. അല്ലാഹുക്ക് അത്ര പിരിസാണ് നബിയോട്. ഞമ്മ ഇപ്പൊ മക്കളെ വിളിക്കുന്നില്ല കുറെ ആളെ. എങ്ങനെ മുഹമ്മദ് അബ്ബാസ് അബ്ബാസ് എന്ന് വിളിക്കുമ്പോ കുറച്ച് പിരിസുള്ള ആളെ, എന്റെ പൊന്നെ മുത്തേ കർലെ ബ്രോ കമാൻ എന്ന് വിളിക്കല്ലേ? ആ കുറച്ച് സ്നേഹം കൂടുമ്പോഴാണ്. എനിക്ക് തിരിയുന്നില്ലേ? സൗണ്ട് മായന്റെ സൗണ്ട് ആയതിനെ കൊണ്ട് നിങ്ങളും സൗണ്ട് പോയാ ഔട്ട് ഓഫ് റേഞ്ചിലായിട്ടില്ലല്ലേ? അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ. മുസ്തഫായ റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു ഒരുപാട് വാട്ടി പറഞ്ഞു, അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞു. ഇല്ല, നബി തങ്ങളെ സ്ഥാനമാനം പറഞ്ഞാൽ പോലും തീരില്ല. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്തദ്റക്കിൽ പറഞ്ഞ ഒരു ഹദീസുണ്ട്, സ്വഹീഹാണ് എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. സഹീഹുൽ ഇസ്നാദാണ്, സ്വഹീഹായ സനദ്. അതായത് സ്വർഗ്ഗലോകത്ത് അല്ലാഹു തആല ആദമിനെ പടച്ചു. ഒരുപാട് കാലം അവിടെ ആദം അങ്ങനെ ജീവിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു സന്ദർഭത്തിൽ ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പറയുകയാണ്, പടച്ച റബ്ബേ യഗ്ഫിർ ലീ ദംബി ബിഹഖി മുഹമ്മദ്. മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട്, ഹക്ക് കൊണ്ട് എന്റെ പാപം പൊറുക്കല്ലാ, എന്റെ ദോഷം പൊറുക്കല്ലാ. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? സ്പഷ്ടാന്നില്ലേ? ആദം നബി അലൈഹി സ്വലാം അള്ളാഹിനോട് സ്വർഗ്ഗലോകത്ത് പറയുന്നതാണ്, പഠിച്ചോനെ എന്റെ നിലണം അപ്പുറപ്പുറം ആയിപ്പോയി, നീ എനിക്ക് മാപ്പാക്കണോ? തെറ്റ് വന്നുപോയി. സത്യത്തിൽ ആദം നബി തെറ്റ് ചെയ്തിട്ടില്ല. ആദം നബി അലൈഹി സ്വലാം തെറ്റ് ചെയ്തിട്ടില്ല, പ്രവാചകനാണ്. സ്വർഗ്ഗലോകത്ത് തെറ്റും ചെന്നൊരു സംഗതി ഇല്ല, അതുകൊണ്ട് അത് തെറ്റല്ല. ഒന്ന്. രണ്ടാമത്, ആ തെറ്റാണെങ്കിൽ എന്നെ അവിടെ ആദം നബി നബിയും അല്ല, നബി ആയത് ഉടല്ലേ, ഉട വന്ന് പിന്നെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തിരിഞ്ഞിട്ടേന്ന് തിരിഞ്ഞാ. എന്നാലും അല്ലാഹു തആല പറഞ്ഞതിനെതിരായല്ലമ്മ. അല്ലെന്ന് പറഞ്ഞേ ആ മരത്തിന്റെ മർത്തക്ക് പോലും പോയിറാൻ കഴിയാം. വേറെ എന്ത് വേണമെങ്കിൽ തിന്നു, ഏടെ വേണമെങ്കിൽ വള്ളി കെട്ടിട്ട് ഊഞ്ഞാലാട്, എന്ത് ഫ്രൂട്ട്സ് വേണം കഴിച്ചോ, ഏത് മരത്തിന്റെ അടിയിൽ വേണമെങ്കിൽ പറ്റി ഇരുന്നോ, എന്ത് വേണം ആസ്വദിച്ചോ, അനുഭവിച്ചോ. ഈ മരത്തിന്റെ അടുത്തേക്ക് പോയിരണ്ട. അതിൽ കുറെ പഴമുണ്ട്, വേണമെങ്കിൽ അതിനെക്കാട്ടി കാണാനും ചന്തവും വണ്ണവും കളറും എല്ലാം ആ പഴം തന്നെ. പിന്നെ അപ്പീലില്ലല്ലേ? അല്ല പറഞ്ഞ അങ്ങനെ. പിന്നെ ചന്തം ഉണ്ടെങ്കിൽ മധുരം ഉണ്ടെങ്കിൽ പോണ്ട, ചെല്ലെങ്കിൽ പോണ്ട. പെണ്ണ് കെട്ടിട്ടാകുമ്പോ കുറച്ച് അപ്പുറപ്പുറായി. അത് എല്ലാവരും അങ്ങനെ അപ്പുറപ്പുറം പെണ്ണ് കെട്ടിയ പിന്നെ മുന്നേ കുറച്ച് കൺട്രോൾ ഇരിക്കുന്നു. ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് നല്ല ഡൗട്ടാണ്, നിങ്ങളെ കൺട്രോളും പോയിനാ പെണ്ണ് കെട്ടി പിന്നെ. അല്ലാഹു ഞങ്ങൾ ഉണ്ടാക്കട്ടെ. അല്ല, പെണ്ണ് കെട്ടിയിട്ട് കൺട്രോൾ പോകുന്നതല്ലെങ്കിൽ പിന്നെ ഒരു ഒന്ന് കൗത്തിലേക്ക് വീണിട്ടാകുമ്പോ പിന്നെ അങ്ങനല്ലേ, പിന്നെ തോന്നിയ പോലെ പോകാൻ കഴിയില്ല. കാരണം ബാക്കിൽ നിന്ന് കോളർ പിടിക്കുന്ന ഒരാളുണ്ട്, പിന്നെ തോന്നിയ പോലെ ജാവും മോന്തിക്ക് വരാനും കഴിയാല. അപ്പൊ ഫോൺ വരും, എന്തേ കാണുന്നില്ല, ലേട പോയിനെ, എന്തേ വിളിക്കാൻ ആൾ. അതങ്ങനെ അങ്ങനെ പോണം, അങ്ങനെ പോണം. മുന്നേ കാട്ടുകന്നാല് പോലെ ജീവിച്ചെങ്കിലും പിന്നെ മര്യാദയുള്ള ആട് പോലെ ജീവിക്കും.
ഏതോ ആട്ടെ ആദം നബി അലൈഹി സ്വലാം പെണ്ണെട്ടി, സ്വർഗത്തിലെ ഹവ്വ ഉമ്മാനെ കെട്ടി, ഞങ്ങളെ ഉമ്മാനെ കെട്ടി. സന്തോഷത്തോടെ കഴിയുമ്പോ അവിടെ ഒരു ഔട്ടിങ്ങിന് ഇങ്ങനെ പോയി, ഔട്ടിങ്ങിന് സ്വർഗത്തിൽ ഇങ്ങനെ നടക്കുന്നത് എല്ലാം കണ്ടിട്ട് സ്വർഗല്ലേ. അത് പിന്നെ അങ്ങനത്തെ പറയാൻ കഴിയാ. ഈടെ മനുഷ്യന്മാർ ദുബൈക്ക സിറ്റി സെന്റർക്ക് പോയിട്ടാ തന്നെ മനുഷ്യന്മാർ ഗാബിരിയാന്ന് എന്ത് ചന്തം എന്ത് ചന്തം. പിന്നെ സ്വർഗത്തിൽ പിന്നെ എന്താ ഈടെ 4 വട്ട യാസീനും പിന്നെ യാസീനല്ല ഏസിയും 3 ഉഞ്ചാലയും കാണും. പിന്നെ ഓക്ക് പോനെ മനസ്സില്ല. അവിടുത്തെ ഐസ്ക്രീം തിന്നവന് ചെല്ലേ വേണ്ട. അപ്പൊ സ്വർഗത്തിന്റെ കാണുമ്പോ എന്താവും? അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ പറയുന്നത്, അതാ അവിടെ മരം നോക്കിയാലോ, ഇഷ്ടംപോലെ പഴമുണ്ട്, ഒന്ന് തിന്നങ്ങന്റെ. ആദ്യം ആദ്യം വേണ്ട, വേറെ തിന്ന് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഷേക്ക് ജ്യൂസ് അത് ഇത് എല്ലാം ഉണ്ട് സ്വർഗത്തിൽ. സ്വർഗത്തിൽ ഇല്ലാത്തൊന്നില്ല. ഞമ്മ മനസ്സിൽ ചിന്തിക്കാത്തതെല്ലാം അവിടെ ഉണ്ട്. ഞങ്ങളെ മനസ്സിലെ കൊണ്ട് ചിന്തിക്കാനോ ഊഹിക്കാനോ കഴിയില്ല. ഞങ്ങളെ കാതിലേക്ക് കേട്ടിട്ടില്ല, കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല, ഞങ്ങളെ കൽബിലേക്ക് അങ്ങനത്തെ ഒരു ചിത്രമേ വന്നിട്ടില്ല. അതാണ് സ്വർഗം. അല്ലാഹു ഹിസാബില്ലാതെ ഞങ്ങളെത്തിക്കട്ടെ. ഞങ്ങളമലൊന്നും അതിനു വേണ്ടിയിട്ട് അല്ലാഹു നോക്കാതിരിക്കട്ടെ. ഞങ്ങളെ പാപങ്ങൾ അതിനൊരു മാനദണ്ഡമായി അല്ലാഹു സ്വീകരിക്കാതിരിക്കട്ടെ. അവന്റെ ഔദാര്യം കൊണ്ട് ഈ മുഅ്മിനീങ്ങളെ മജ്ലിസ് കൊണ്ട് അല്ലാഹു ഞങ്ങളെ ഹിസാബില്ലാതെ കടത്തി തരട്ടെ. അല്ലാഹു ഞങ്ങളെ ഹിസാബില്ലാതെ കടത്തി തരട്ടെ. ഹവ്വാ ഉമ്മ പറഞ്ഞു, ഏതുവാകട്ടെ ഹവ്വാ ഉമ്മാന്റെ ആ വിഷയം കേട്ടിട്ട് ആദം നബി തിന്നണ്ടെന്ന് പറഞ്ഞ പഴം തിന്നോ. ചുരുക്കത്തിൽ ഏതായാലും തിന്നിട്ടായി ആന്നതല്ല ആയിട്ടായി. സുബ്ഹാനല്ലാഹ്. പിന്നെയാണ് ആദം നബിക്ക് അതിന്റെ ഗൗരവം മനസ്സിലായത്, ഭീകരത മനസ്സിലായത്. അപ്പോഴാണ് ചരിത്രം പറയുന്നു, പ്രമാണം പറയുന്നുണ്ട്, അതുവരേക്കും സ്വർഗത്തിന്റെ പട്ടുടുപ്പുകൾ സന്തോഷത്തോടെ ധരിച്ച നല്ല ടിപ് ടോപ്പിലുണ്ടായിരുന്ന ആദം ഹവ്വ ദമ്പതിമാർ ആ പഴം തിന്നലോടുകൂടി അവരെ വസ്ത്രം ഊരിപ്പോയി, ബെൽറ്റ് ലൂസായി, ചിപ്പ് ഊരിപ്പോയി. ഊരിയതല്ല, ഊരിപ്പോയതാണ്. മാത്രമല്ല അത് തിന്നലോടുകൂടി അവർക്ക് അവിടെ തൂറാനും വീത്താനും എല്ലാം മുട്ടി. സ്വർഗത്തിൽ അത് രണ്ടും ഇല്ല. അപ്പൊ തിന്നതല്ലേ എന്താണ്? അത് എന്തോ ആണ്. നീ തലച്ചൂടാക്കണ്ട, തിന്നാ മതി അല്ലേ? അവിടെ തിന്നതും കുടിച്ചതല്ല. അപ്പൊ എന്താണ്? അത് എന്തോ ആണ്. അത് സ്വർഗം. അത് അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാനും വീത്താനും ഉള്ളത്. അത് ഇവിടെ പഞ്ചായത്തിന്റെ ടോയ്ലറ്റ് ഒന്നും അല്ല. എന്താണേന്ന് ഓന്റെ ബേജാറിപ്പോ എന്താണ് നാടൊക്കെ എത്തുന്ന പണിയിടും മുന്നേ. എന്താന്ന് പിന്നെ നോക്കാം. ആവശ്യമില്ലാത്ത ചിന്തിച്ചോ. അതിന് വല്ല ക്വസ്റ്റ്യനും വാട്സപ്പിൽ ചോദ്യവും. ഉസ്താദ് സ്വർഗത്തിൽ ഈ ബീത്തനില്ലാലോ നോക്കൂ. അപ്പൊ എന്താണ് ബീത്തിയത്? എന്തോ നാട്ടുപോയി നീ മുന്നേ സ്വർഗത്തിലേക്ക് പോ നോക്കൂ. അത് ചിരിക്കാൻ പറയുന്നതല്ല. അള്ളാഹു ഞങ്ങളെ മുഅ്മിനീങ്ങളെ വർഗത്തുകൊണ്ട് ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. അവർക്കവിടെ കാഷ്ടിക്കാനും മുദ്രിക്കാനും മുട്ടി. ഒരുപാട് വിശാലമാണത് ചരിത്രം, ഞാൻ നീട്ടുന്നില്ല. ഏതായാലും അള്ളാഹുവിന്റെ അടുക്കൽ ആദം നബി അലൈഹി ഇസ്ലാമിന് പശ്ചാത്താപം തോന്നി, കുറ്റബോധം തോന്നി. തൗബ ചെയ്തു. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചവനോട് ദുനിയാവിലും സ്വർഗത്തിലും അള്ളാഹുവിനോട് പാപമോചനം തേടി. അങ്ങനെ ഇരിക്കെ ഒരവസരം അള്ളാഹിനോട് ആദം നബി പറയുകയാണ്, പടച്ച റബ്ബേ അല്ലാഹ് മുഹമ്മദിന്റെ ബർക്കത്ത് കൊണ്ട്, മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല്. നിങ്ങൾ മുണ്ടാണ്ടിരിക്കണ്ട. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് എന്റെ പാപം നീ പൊറുക്കല്ല. തിന്നണ്ടാന്ന് പറയുന്ന പഴം ഞാൻ തിന്നുപോയി അല്ല. ചില സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ, ഞങ്ങളെ നിർബന്ധിപ്പിക്കാം. ചില സാഹചര്യങ്ങൾ ഞങ്ങൾ തെറ്റിലേക്ക് വഴി കാണിച്ചു തരാം. ചില സാഹചര്യങ്ങളിൽ ഞങ്ങൾ പെട്ടുപോകാം. അങ്ങനെ സംഭവിച്ചു പോയി അല്ല. പൊറുക്കല്ല, പൊറുക്കല്ല. മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് പൊറുക്ക് എന്ന് പറഞ്ഞപ്പോ അല്ല ചോദിക്കുന്നു, ആദമേ മുഹമ്മദിനെ ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ നിനക്ക് എങ്ങനെ മുഹമ്മദ് നബിയെ അറിഞ്ഞോ? അപ്പോഴാണ് ആദം നബി പറയണത്, പടച്ച റബ്ബേ ഞാനതാ നിന്റെ സ്വർഗലോകത്ത് അവിടെ നിന്ന് സുജൂദിട്ടിട്ട് തല ഉയർത്തുന്ന നേരാ നിന്റെ സിംഹാസനത്തിലേക്ക് അർശിലേക്ക് ഞാനൊന്ന് നോക്കിയപ്പോ റഅയ്തുഹു ഞാനതിനെ കണ്ടു മക്തൂബൻ ബിസ്മി മുഹമ്മദ്. മുഹമ്മദ് നബിയുടെ പേര് അവിടെ എഴുതിയിട്ട് കണ്ടു, നിന്റെ പേരിന്റെ കൂടെ.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഞാൻ എവിടെ എഴുതി കണ്ടു. റബ്ബേ, നിന്നിലേക്ക് ഒരാളെ ചേർത്ത് എഴുതണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിന്നിലേക്ക് ഒരാളെ ചേർത്തിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതണമെങ്കിൽ അയാള് വലിയ ആളായിട്ട് വേണമല്ല. ഇങ്ങനെ നോക്കിയാവല്ലേ, അയാള് വലിയ ആളായിട്ട് വേണോ? എല്ലാരെ പേരും നിന്നിലേക്ക് എഴുതുന്നെങ്കിൽ ചേർക്കുന്നെങ്കിൽ എന്റേത് എഴുതട്ടിയായിനല്ലേ എഴുതിട്ടാലോ, ജിബ്രീലിന്റേത് എഴുതട്ടിയായിനല്ലോ എഴുതിട്ടാലോ. അപ്പൊ ആ എഴുതപ്പെട്ടയാൾ, ആ പറയപ്പെട്ട മുഹമ്മദ് വലിയ ആളാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോ അല്ല പറഞ്ഞു, അത് വലിയ ആളാണ്, ഈ ലോകം കണ്ട വലിയ നേതാവാണ്, എന്റെ മഹബൂബാണ്, നിങ്ങളെ പരമ്പരയിലെ അവസാനത്തെ പ്രവാചക കണ്ണിയാണ്, എന്റെ ഇഷ്ടദാസനാണ്. ആ മുഹമ്മദിനെ എങ്ങാനും ഞാൻ പഠിച്ചില്ലായിരുന്നുവെങ്കിൽ, ഉദ്ധരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കാണുന്ന സ്വർഗമോ ലോകമോ ഗോളമോ ഒന്നും ഞാൻ പടക്കില്ലായിരുന്നു. എല്ലാം പടക്കാൻ, ഉണ്ടാക്കപ്പെടാൻ, സൃഷ്ടിക്കപ്പെടാൻ കാരണം മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾക്ക് പറ്റിയതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിനെ എല്ലാരും പിരിശം വെച്ചു. പ്രവാചകന്മാര്, മലായികത്തീങ്ങള്, പക്ഷിപ്പറവകള്, കല്ലുകള്, മണലുകള്, പിന്നെ ചരൽക്കല്ലുകള്, മൃഗങ്ങള്, അചേതന വസ്തുക്കള്, സചേതന വസ്തുക്കള് എല്ലാം റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും റസൂലുള്ളാഹിനെ ആഗ്രഹിച്ചു. ഇതില് കാണാം അല്ലേ, എന്ത് മദീനയിൽ വെച്ചിട്ട് സഹാബികൾ മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അവസരം വന്നിട്ട് പറഞ്ഞു, നബിയേ നത്തഖിദു ലക മിമ്പറൻ ജദീദ. നബിയേ, ഞാൻ ഒരു പുതിയ മിമ്പർ ആക്കട്ടെ നബിയേ ഖുതുബോദാൻ. കുറെ ആയല്ലേ ഇപ്പൊ പഴയ മിമ്പറിൽ തന്നെ ഖുതുബോദന വന്നപ്പോ മക്കത്ത് വന്നിട്ട് മദീനയിലേക്ക് എത്തിയപ്പോ തന്നെ തുടങ്ങിയതാണ് അതിൽ ഖുതുബോദാൻ. അത് പഴയതായി, കുറച്ച് പഴയതായി, ഓൾഡായി. അപ്പൊ ഞങ്ങൾ കുറച്ച് പുതിയ മിമ്പർ ആക്കട്ടെ, പുതിയൊരു മിമ്പറാക്കിയിട്ട് തരട്ടാ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിക്കോട്ടെ ആയിക്കോട്ടെ, പുതിയൊരു മെമ്പർ ആയിക്കോളൂ. അങ്ങനെ മദീനക്കാരെല്ലാവരും ഒത്തുപിടിച്ചു. പ്രത്യേകിച്ച് അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണ് നല്ലോണം മരത്തടിയും രീപ്പും പലകയും കഷ്ണവും മരവും കൊടുത്തിട്ട് സഹായിച്ചു. അങ്ങനെ അതാ പുതിയൊരു മെമ്പർ പണിതു. ഹബീബായ നബി തങ്ങൾക്ക് ഖുതുബ ഓതാൻ പ്രസംഗിക്കാൻ പഴയ മെമ്പർ മാറ്റിയിട്ട് അവിടെ പുതിയ മെമ്പർ വെച്ചു. ഇതെല്ലാരും കേൾക്കണോ? ഇത് ബാറോലയല്ല, ഇത് ഡിങ്കന്റെ കഥയല്ല, ഇത് കാൽപ്പനിക കഥയല്ല, ഇത് സാങ്കല്പിക കഥയല്ല, ഇത് ലഈഫല്ല, സ്വഹിയായ ഹദീസാണ്. പുതിയ മിമ്പർ വെച്ച പഴയ മിമ്പർ അവിടെ നിന്ന് മാറ്റി. ഞമ്മ അങ്ങനല്ലേ, പള്ളിക്ക് പുതിയ മിമ്പർ അവിടെ നോക്കുമ്പോ പഴയ മിമ്പർ അവിടെ എന്താക്കും? ഇവിടെ മിമ്പർ ഇല്ലേ, നിങ്ങൾ എന്ത് എന്തോ അറിയാത്ത പോലെ ഞങ്ങൾ അവിടുന്ന് അപ്പുറാക്കല്ലേ സൈഡാക്കല്ലേ ആക്കല്ലേ. പിന്നെ എന്താക്കുന്നു? പിന്നെ പുതിയ മെമ്പറിൽ കത്തി പോതിട്ട് പഴയ മെമ്പറിൽ മുക്കുരു അകത്ത് പോതിട്ട് ആണല്ലോ, അതിന് സൈഡാക്കും. അതിന് എറിയാലോ, കൊണ്ടിട്ട് കത്തിക്കാല. കാരണം അതൊരു ബഹുമാനപ്പെട്ട സാധനമാണ്. സൗകര്യം പോലെ ഏതായാലും സൈഡാക്കും. അങ്ങനെ ആ പഴയ മെമ്പർ മദീനത്തെ പള്ളിയിൽ സൈഡാക്കി. റസൂലുള്ളാഹി അതാ ഖുതുബ ഓതുന്നു, പ്രസംഗിക്കുന്നു. മുമ്പിലാണെങ്കിൽ അതാ നൂറുകണക്കിന് സഹാബത്ത് റളിയല്ലാഹു അൻഹും. അവരോട് ഇങ്ങനെ റസൂലുള്ളാഹി ഖുതുബ ഓതിക്കൊണ്ടിരിക്കണ നേരം സുബ്ഹാനല്ലാഹ് സഹാബത്ത് പറയുന്നുണ്ട്. സ്വഹീഹായ ഹദീസിൽ കാണാം, സമയനാ സൗതൻ ഹനീന. ഏങ്ങിയിട്ട് കരയുന്ന ഒരു കരച്ചിൽ ഞങ്ങൾ കേട്ട്, സേങ്ങിയിട്ട് ദമ്മ് കെട്ടിയിട്ട് ഇങ്ങനെ കരയുന്ന ഒരു കരച്ചില്, വല്ലാത്തൊരു കരച്ചിൽ ഞങ്ങൾ കേട്ട്. ആര് കരയുന്നേന്ന് കാണുന്നേ ഇല്ല. നാലുപാടും നോക്കി
ചുറ്റുപാടും നോക്കി, ബാക്ക് നോക്കി, മുമ്പിൽ നോക്കി, നീച്ചെ പീച്ചയെല്ലാം നോക്കി, ആരെയും കണ്ടില്ല. പക്ഷേ കരച്ചലിന്റെ പിന്നെ ശക്തി കൂടുന്നു, ഏങ്ങലടിക്കുന്നത് കൂടി കൂടി വരുന്നു. സമയാന സൗതൻ ഹനീന, മിക്കി മിക്കിട്ട് കരയുന്നതല്ല, മൂളി മൂളിട്ട് കരയുന്നതല്ല, സേങ്ങിട്ട് കരയുന്നു. നമ്മളെ കിടാക്ക ടച്ച് സ്റ്റാമ്പ് ബിൽഡുന്ന പോലെ, ബിലിയോർ ബിൽഡുന്ന പോലെ അല്ലേ. ബിലിയോറും അങ്ങനെ ബിൽഡല്ല, അവൻ ബിൽഡുമ്പോ കുറച്ച് കൺട്രോൾ അല്ല ആക്കും. ചെറിയ കിടാവ് ബിൽഡുന്ന ദമ്മൂട്ടിട്ട് കണ്ണ എന്തെല്ലാം ആയിട്ട് ബിൽഡുന്ന ഒരു വിളിയില്ലേ, എല്ലാം മറന്നിട്ടുള്ളൊരു കരച്ചല്. ആ നിലക്ക് കരയണത് കേട്ട് ഞങ്ങൾ നോക്കിയത് ആരും ഇങ്ങനെ കരയുന്ന ആരെയും കാണുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്, റസൂലുള്ളാഹി ഞങ്ങളെ ഖുത്ബ ഓതാൻ വേണ്ടി പുതിയ മിമ്പറ ഉപയോഗിച്ചപ്പോ പഴയ മിമ്പറ മാറ്റിയിരുന്നു, അങ്ങോട്ട് നീക്കിയിരുന്നു. ആ മിമ്പറ കരയുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാത്ത കരച്ചല. റസൂലുള്ള മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നു, എന്നിട്ട് പഴയ മിമ്പറിന്റെ അവിടെ ചെന്നു. ആ പഴയ മിമ്പറിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് അവിടെ നിന്ന് സമാധാനിപ്പിച്ചു. കരയല്ലേ, നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാറ്റിയതല്ല, നിന്നെ വേണ്ടാത്തത് കൊണ്ട് മാറ്റിയതല്ല. റസൂലുള്ളാഹിന്റെ കാൽപാദം ഒരുപാട് കാലം വെച്ചിട്ടുള്ള മിമ്പറാണ്. പൊന്നാര നബിയെ താങ്ങി നിർത്തിയ സ്റ്റെപ്പാണത്. അത് റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയ മരത്തടിയാണ്. ഞങ്ങൾക്ക് എന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾക്ക് എപ്പം ഒരു കൊല്ലത്തിലൊരു മൗലിദ് ഓതുമ്പോ ഒരു റസൂൽ അല്ലേ, പിന്നെ നബി തന്നെ ജാഥ പോകുമ്പോ ഒരു റസൂലു. പിന്നെ വാരനാട്ടുള്ള ജാഥ കാണുമ്പോ ഇത് വേണ്ടാഞ്ഞി തന്നെ കാണുന്നു. പിന്നെ നമ്മളെ ഈ നൂതനവാദികളും പുത്തനവാദികളും അതിനെന്നെ എടുത്തിട്ട് ക്ലിപ്പാക്കിയിട്ട് ഇടനുമായി. നല്ലത് അതിന്റെ പുറകിലും പോയിനി. കരയില് നല്ല ജാഥ, കൂടെ വേറെന്തു സാർ കൊടുത്ത മുഖറിൽ നല്ല ഇസ്ലാമിന്റെ പറ്റിയ ജാഥ. വിട്ല പരത്തിപ്പാട് ഞങ്ങളെ കേന്ദ്ര മസ്ജിദിൽ നിന്നിട്ട് നല്ല ജാഥ കൺട്രോളിൽ പോയി. എന്ത് മിസ്റ്റേക്കില്ല, ഈനൊന്നും എന്റെ മൊബൈലിൽ കണ്ടിട്ടുമില്ല, എന്റെ മൊബൈലും ക്ലിപ്പ് എടുത്തിട്ടുമില്ല. ഏടെയാ ഒരു 4-5 പാലക്കറി എന്തോ തുള്ളി ഇതെന്താ ഇവിടെ 5 ഇതെന്താ കാണാൻ ഞാൻ നീ അതിനെ മാത്രം പൊട്ടാക്കിയവന്. അതങ്ങനെ കാമാല ഉള്ളവന് കാണുന്നതെല്ലാം മഞ്ഞ, അവന് നല്ലതും കാണാനല്ല. തിരിഞ്ഞിട്ട് എനിക്ക് മൈനസ് നോക്കാൻ തന്നെ നടക്കുന്നു. മൈനസ് നോക്കുന്നു. ഉദാഹരണത്തിന് പരന്റെ ഉള്ളിൽ കയറിയിട്ടാകുമ്പോ അമ്മായിന്റെ ചിന്ത തന്നെ നോക്കണം. ഇന്ന് സുബൈന്ന് വിളിച്ചിട്ട് വരുമ്പോ എന്താക്കുന്നു നോക്കണം, എന്തും ഒരു പണി എടുക്കുന്ന ആളും നോക്കണം. അവൻ ആ പരന്റെ ഉള്ളിൽ മലമറിച്ചങ്ങും അയിമക്ക് തോന്നും ഒരു പണി എടുത്തിട്ടില്ല. എന്തേ അയിമ പണി എടുക്കുന്നില്ല എന്ന് തന്നെ അയിമൻ മനസ്സിലായി. അവൻ അങ്ങനെ കാണും. മരുമോളും അങ്ങനെ. ഈ അമ്മ ഇന്ന് മുണ്ടുനായില്ല നോക്കണം. എന്നെ അയിമ മുണ്ടാണ്ട് മുസല്ലിരുന്നു ഓക്ക് തോന്നി എന്നെ പറഞ്ഞോണ്ടേ ഉണ്ടായിമ. എന്തേ വല്ല ചിന്ത തന്നെ അത് മുണ്ടെന്ന് ഞങ്ങൾ മൈനസ് എല്ലാം നോക്കേണ്ടതാ. എത്ര വില നോട്ടീസ് നോക്കിയാലാ ഫുൾ വൈറ്റ് ക്ലിയർ അല്ലേ അല്ലേ അല്ലേ. ഇവിടെ നടുവില് സെന്ററില് മിഡിലില് ഞാൻ ഒരു ചെറിയൊരു പുള്ളി, ഒരു കറുത്തൊരു പുള്ളി, ഒരു ഡോട്ട്, ഒരു പെന്നിൽ ഇങ്ങനെ കാട്ടും. ഇനി നിങ്ങളിലേക്ക് എന്ത് കാണുന്നത്? നിങ്ങൾ എല്ലാവരും ചൊല്ലും എന്തെന്ന് എന്തിയല്ലോ കറുത്ത പുള്ളി കാണുന്നത്. ഇത്തര ജാഗന്റെ വെളുപ്പ് നിങ്ങൾ കണ്ടിട്ടേ ഇല്ല. എന്താ നിങ്ങൾ കറുത്ത തന്നെ നോക്കിയേ? കാണുന്നില്ല. പിന്നെ അങ്ങനെ കാണത്തെ, വേറൊന്നും കാണല. അള്ളാഹു ഞങ്ങളെ നന്മ കാണുന്നവരിൽ പെടുത്തട്ടെ. അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളെ കണ്ണും കൽബും നന്നാക്കി തരട്ടെ. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിമ്പറിനെ സമാധാനിപ്പിച്ചോ, റാഹത്ത് പറഞ്ഞോ, സമാധാനം പറഞ്ഞോ, ആശ്വസിപ്പിച്ചോ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, പൊന്നു സഹോദരാ കേട്ടോ, പൊന്നു മുസ്ലിമ കേട്ടോ, ഞാനെങ്ങാനും പുതിയ മിമ്പറിൽ നിന്ന്
ഇറങ്ങിയിട്ട് പോയിട്ട് അതിന്റെ മേലെ കൈവച്ചിട്ട് സമാധാനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ആ പഴയ മിമ്പറിന്റെ കരച്ചില് ഖിയാമത്ത് നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ഉംറക്ക് പോന്നോറും ഹജ്ജിന് പോന്നോറും സിയാറത്തിന് പോന്നോറും മദീനത്തേക്ക് പോന്നോറും മദീനത്തേക്ക് മക്കത്തേക്ക് സൗദിക്ക് കച്ചവടത്തിന് പോയവർക്കെല്ലാവർക്കും അതിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു. കരച്ചില് കേൾക്കാമായിരുന്നു. ഞാൻ സമാധാനിപ്പിച്ചത് കൊണ്ട് അതിന്റെ കരച്ചില് നിന്നു. ഖാല റസൂലുള്ളാഹ് എല്ലാവർക്കും അഭയമാ റസൂല്, എല്ലാവർക്കും താങ്ങാണ് തുണയാണ് റസൂല്, മനുഷ്യർക്ക് മാത്രമല്ല. അതുകൊണ്ടല്ലേ സഹാബത്ത് നബിയോട് പോയി പറഞ്ഞ നബിയെ, തെറ്റ് ചെയ്ത സഹാബികള്, കുറ്റം ചെയ്ത സഹാബികള്, അള്ളാഹ്ക്ക് മാറ് കാണിച്ച സഹാബികള്, അവരൊക്കെയും സഹാബത്തതാ മുത്തുനബി തങ്ങളെ മുമ്പിൽ ചെന്നിട്ട് ചോദിക്കുകയാ, പൊന്നാര നബിയേ അദ്നബതു ദംബാ ഹല്ലി തൗബാ, പാപം ചെയ്തിട്ട് വരുന്ന നബിയേ, തെറ്റ് ചെയ്തിട്ട് വരുന്ന നബിയേ, എനിക്ക് മാപ്പുണ്ടോ നബിയേ, തൗബയുണ്ട് നബിയേ. തെറ്റ് ചെയ്തിട്ട് വരുന്നയാണ്, എനിക്ക് പൊറുക്കുമോ എന്ന് ചോദിക്കുന്നത് അല്ലാഹുവിനോടല്ല, അള്ളാന്റെ റസൂലിനോട്. അങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞങ്ങൾ നൂതനവാദി ചൊല്ലും പോലെ റസൂലുള്ള അല്ലാന്നില്ല. റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും റസൂൽ തന്നെയാണ്. പക്ഷേ അള്ളാന്റെ മുർസലാണ്, അള്ളാന്റെ മെഹബൂബാണ്, അള്ളാന്റെ എല്ലാമായ റസൂലാണ്. ആ റസൂലുള്ളയിലൂടെ അല്ലാതെ ഞങ്ങൾക്ക് അള്ളാനെ കാണാനൊക്കില്ല, അള്ളാനെ മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലാഹുവിലേക്ക് ചേരണമെങ്കിൽ ആദ്യമായി ചെന്ന് ചേരേണ്ടത് റസൂലുള്ളാഹിയിലേക്ക്, ഹബീബുള്ളാഹിയിലേക്ക്. സഹാബത്ത് പറയുന്ന നബിയെ, ഞങ്ങൾക്ക് മാപ്പുണ്ട് നബിയെ, പൊറുക്കുമോ നബിയെ, തെറ്റ് ചെയ്തിട്ടുണ്ട് നബിയെ. അത് ശിർക്കല്ല, അങ്ങനെ പറയുന്നത് എന്തല്ല, ശിർക്കല്ല, അത് സഹാബത്തിന്റെ മാതൃകയാണ്. ഇഷ്ടം പോലെ സഹാബത്ത് അങ്ങനെ പറഞ്ഞു ചെയ്തു, അത് ശിർക്കാന്നില്ല. മഹാന്മാരോട് അങ്ങനെ പോയിട്ട് പറയുമ്പോ ഒന്നും ശിർക്കാന്നില്ല. ചില മനുഷ്യന്മാർ ബണ്ണി മനുഷ്യന്മാർ വിശ്വാസാക്കുന്നു, അത് വിടി, ഞാൻ അതിനൊന്നിപ്പോ നിൽക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോ നന്ന ചെല്ലാൻ പോയി കമ്മിറ്റിക്കാരെ കടലാസ് തരും, ഉസ്താദെ അതൊന്നും ചെല്ലണ്ട ഉസ്താദെ, അവരെല്ലാം അങ്ങനെ ഒగ్గട്ടായിക്കൊണ്ടുള്ള അരി അതായിക്കൊണ്ടുള്ള അരി ഈനെല്ലാം ചെല്ലി ഞമ്മ എന്നെ വെടക്കാണ്ട. ആ കടലാസ് ഞങ്ങൾക്കല്ല തരണ്ടേ, മുന്നേ കൊണ്ടിട്ട് ഓന് കൊടുക്കണം. ഈ കാഫറാക്കുന്നത് നിങ്ങൾ കാഫറാക്കണ്ട. മോല് തോന്നുന്നവർ ഓതട്ട്, ജാഥ പോകുന്നവർ വോട്ട്, കുത്തിപ്പത്താക്കുന്നവർ ആക്കട്ടെ. നീ ആക്കുന്നില്ലേ, സൈലന്റ് ആയി തീരി. നീ കാഫറാക്കേണ്ടത് പക്ഷെ അവരിൽ ചെല്ലണം. 40 ആളാക്കുന്ന 4 ആൾ ഇനെ പറയുന്നേ, അപ്പൊ 40 ആൾക്ക് കടലാസ് തരണ്ടേ, 4 ആൾക്കല്ലേ കടലാസ് നേരാക്കേ അല്ലേ, നിങ്ങളുടെ മുണ്ടല്ല അല്ലേ? ആണ്. അള്ളാഹു ഞങ്ങൾക്ക് ബോധം നൽകട്ടെ, അള്ളാഹു ഞങ്ങളെ ഈമാന് ക്ലിയർ ആക്കി തരട്ടെ. ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്ത്, അവിടുത്തെ പേരിൽ സലാത്ത് ചൊല്ലാനുള്ള വലിയ തൗഫീഖ്, അള്ളാഹ് ഇബാദത്ത് എടുക്കാനുള്ള വലിയ തൗഫീഖും അതിനോടുള്ള ലദ്ദത്തും അള്ളാഹു നമുക്ക് ഏറ്റി തരട്ടെ. പറഞ്ഞു വന്നത് റസൂലുള്ളാഹി തങ്ങൾ ലോകത്തിന് കാരുണ്യമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പൊന്നാര നബിയേ, നിങ്ങൾ ഈ ലോകങ്ങൾക്ക് മുഴുവനും കാരുണ്യമാണ്, അഭയമാണ്, ശാന്തിയാണ്, സമാധാനമാണ്, താങ്ങാണ്, തുണയാണ്, എല്ലാമാണ്. അല്ലേ 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 അല്ലേ? റസൂലുള്ളാഹി റഹ്മത്തില്ലെങ്കിൽ എന്ത്? റഹ്മത്ത്, നിഅമത്ത്, ബറക്കത്ത് എന്നെല്ലാം ചെല്ലിങ് എന്ത്? സത്യം പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ നിയമത്തും റഹ്മത്തും ബർക്കത്തും കണ്ടിട്ടേ ഇല്ല. നമ്മളെ ഭാഷയിലെ റഹ്മത്ത്, നിയമത്ത്, ബർക്കത്തിലെ എന്ത്? ഞമ്മ സത്യത്തിലെ റഹ്മത്ത് എന്തെന്ന് മനസ്സിലാക്കിച്ച, നിയമത്ത് എന്തെന്ന് മനസ്സിലാക്കിച്ച, ബർക്കത്ത് എന്തെന്ന് മനസ്സിലാക്കിച്ച, ഞമ്മക്ക് ആകെ ഒരു റഹ്മത്തും നിയമത്തും ബർക്കത്തും അറിയും. എന്താ എന്ത്? നമ്മളെ ഭാഷയിലെ റഹ്മത്തിലേക്ക് എന്ത്, നിയമത്തിലേക്ക് എന്ത്, ബർക്കത്തിലേക്ക് എന്ത്? നിങ്ങൾക്ക് അയാളല്ലേ
അയാളിങ്ങ പരിചയല്ലേ. പിന്നെ ഇപ്പൊ മോശമില്ല, എങ്ങനുണ്ട്? മോശമില്ല ആചാരം. ഇപ്പൊ അല്ലാ നല്ല ഗൾഫിലുള്ളോ, മാസം മാസം പൈസ എല്ലാം കടത്തിക്കൊണ്ടുള്ളോ എന്ന് ചെല്ലുമ്പോ ഈ ആചാര അല്ലെങ്കിൽ തങ്ങ അല്ലെങ്കിൽ മൊയിലാറ് അല്ലെങ്കിൽ ഈ മനുഷ്യ അല്ലെങ്കിൽ ഈ ഉമ്മ അല്ലെങ്കിൽ ഈ പെണ്ണ് അല്ലെങ്കിൽ ആണ് അപ്പ ചെന്ന മറുപടി എന്താ പറഞ്ഞാ, അൽഹംദുലില്ലാ അള്ളാഹു വലിയൊരു നിയമത്ത് ചെയ്തിട്ടോ. എന്ത് നിനക്കല്ല വലിയ നിയമത്ത് ചെയ്തോ? എന്ത് നിയമത്ത്? മോൻ്റെത് മാസം മാസം വന്നോണ്ടുണ്ടോ? നമ്മളെ ഭാഷയിൽ നിയമത്ത് അത് ഇടക്കിടക്ക് ഗൂഗിൾ പേയില് പറഞ്ഞു, അതാണ് വലിയ നിയമം. അതാ അവിടെ നിങ്ങൾ നോക്കിയാലോ പരന്തില്ല. നീ പിന്നെ ഇപ്പൊ എന്താ കഥ, ഞാൻ സ്ലേപ്പിന്റെ വരെ ഇത് ബോർഡിന്റെ വരെ ചേഞ്ച് ആക്കിയിട്ട് സ്ലേപ്പെല്ലാം ഇട്ടോ. ഇഷാല് പിന്നെ ഇന്റർലോക്ക് തല്ലിടും ആട്ടുമാഷാ അൽഹംദുലില്ലാ അല്ലാഹു വലിയ ബർക്കത്താക്കിയോ. നമ്മളെ ഭാഷയിൽ ബർക്കത്തില്ലെങ്കിൽ സ്ലേപ്പ് ഇട. നമ്മളെ ഭാഷയിൽ നിയമത്ത് റഹ്മത്ത് ബർക്കത്ത് അല്ലേ? സത്യത്തിൽ അതല്ല. ഏതാണ് ഈ റഹ്മത്ത്? റഹ്മത്ത്, നിയമത്ത്, ബർക്കത്ത് എല്ലാമാണ് റസൂലുള്ളാഹ്. ഇല്ല, അത് വർണ്ണിക്കാൻ കഴിയില്ല, അത് പറയാൻ കഴിയില്ല, അത് വിശദീകരിക്കാൻ കഴിയില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. പൊന്നാര നബിയെ, നിങ്ങൾ ഈ ലോകങ്ങൾക്ക് പ്രപഞ്ചങ്ങൾക്ക് മുഴുവനും റഹ്മത്താണ്. ആലമീൻ, ആലം എന്നല്ല ആലമീൻ. ആലം എന്നതിന്റെ ബഹുവചനമാണ് ആലമീൻ അല്ലേ? അല്ലേ ആലം ആലം ചെല്ലെങ്കിൽ മാസിവൽ ബാരി, അല്ലാഹ് അല്ലാത്ത ഈ പ്രപഞ്ചം ആലം. അപ്പൊ ഈ കാണുന്ന ഈ പ്രപഞ്ചം ഒന്നല്ല. നിങ്ങൾ വിചാരിച്ചോണ്ട ഇതന്നെ പ്രപഞ്ചം, ഇതിന്റെ അപ്പുറമുണ്ട് പ്രപഞ്ചം. ചില മഹാന്മാർ പറഞ്ഞു ഇതുപോലെ മനുഷ്യന്മാർ വേറെ ഗോളങ്ങളിലും ഉണ്ട്, വേറെ ഗ്രഹങ്ങളിലും ഉണ്ട്, ഇതുപോലെ വയലും കാര്യമെല്ലാം ആടി നടക്കുന്നുണ്ട്. അത് ഏടാ അതറിയില്ല. ഞാനും നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇത് മാത്രമല്ല ലോകം, ആലമീൻ, ലോകങ്ങൾ, പ്രപഞ്ചങ്ങൾ. ആലം എന്നത് സിംഗുലറാണ്, അതിന്റെ പ്ലൂറലാണ് ആലമീൻ അല്ലേ? അപ്പൊ പ്രപഞ്ചങ്ങളുടെ റഹ്മത്ത്, ഏത് പ്രപഞ്ചങ്ങളുടെ റഹ്മത്ത്? അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു ലോകങ്ങളുടെ രക്ഷിതാവാണ്. അല്ലാഹു ഏതെല്ലാം ലോകങ്ങളുടെ രക്ഷിതാവാണോ ആ ലോകങ്ങളുടെ എല്ലാം റഹ്മത്താണ്. മുസ്തഫ യ റസൂലുള്ളാഹ് മുഹമ്മദുൻ റഹ്മത്തുൽ ലിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇന്നേറ്റ് അടക്കാൻ കഴിയാല. ഇന്നലിക്കല്ല റഹ്മത്തല്ല, ഐലിക്കല്ല, ഈലിക്കല്ല ചെല്ലാൻ കഴിയാല. അള്ളാഹു ഏതെല്ലാം ലോകങ്ങളുടെ റബ്ബാണോ, എല്ലാ ലോകങ്ങളുടെയും, എങ്കിൽ ആ എല്ലാ ലോകങ്ങളുടെയും റഹ്മത്താണ് മുസ്തഫായ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പോലെ ഞങ്ങളെ പിരിശം വെച്ച ഒരാൾ ലോകത്തില്ല. ഞങ്ങളെ ഉമ്മാക്കും അത്ര പിരിച്ചില്ല, ഞങ്ങളെ ബാപ്പാക്കും അത്ര പിരിച്ച ഞങ്ങളോടില്ല, ഞങ്ങളെ കെട്ടിയോൾക്കുമില്ല. ഞങ്ങൾ വിചാരിച്ചിന് മാത്രം. എൻ്റെ ഒക്കെ എൻ്റെ വലിയ പിരിശവും നമ്പികയും വിശ്വാസവും. എൻ്റെ ഉമ്മക്ക് പിന്നെ ചെല്ലേ വേണ്ട, ഞാനും ചെല്ലെങ്കിൽ ജീമോ സംഗതി എല്ലാം നേരെ തന്നെ. ജീമോക്കു കണ്ണോക്കു കറലോക്കു അതെല്ലാം ഈടെ ശരിക്കും അവരെ പിരിസപ്പാടും സ്നേഹം അറിയണ. മരിക്കണോ നീ കബറിലേക്ക് എത്തണോ പരലോകത്തേക്ക് എത്തണം, ആടെ എല്ലാം ചലകയാ. ഉമ്മപായോ ബാപ്പപായോ നിന്നെ കാണുമ്പോ കണ്ണാണ് കരളാണ് എല്ലാമാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് നിന്നോടൊപ്പം നിന്ന നിന്റെ എല്ലാമായ ഭാര്യ, സ്നേഹസമ്പന്നയായ ഭാര്യ, മുഞ്ചത്തിയായ പെണ്ണ്, അവള് നിന്നവിടെ ഉപേക്ഷിക്കും കേട്ടോ. പ്രിയപ്പെട്ട പെണ്ണ്, നിന്റെ ഭർത്താവ് എന്റെ എല്ലാമാണ് എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ള കരളിന്റെ കഷ്ണമാണെന്ന് നീ വിശ്വസിക്കുന്ന നിന്റെ ഭർത്താവ് നാളെ പരലോകത്ത് നിന്റെ കൂടെ കാണല. എന്തിനേറെ പറയണം, നല്ലവരിൽ നല്ലവരായ, ഉന്നതരിൽ മഹോന്നതരായ നബിമാർ പോലും സ്വന്തം കാര്യം പറഞ്ഞിട്ട് അവിടെ ഓടുകയാണ്. അള്ളാന്റെ രക്ഷയ്ക്ക് വേണ്ടി ഓടുകയാണ്. നരകത്തെ പേടിച്ച് ഓടുകയാണ്. അതെ, പരലോകത്തിന്റെ ഭീകരത ഓർത്തിട്ട് ഓടുകയാണ്. അവിടെ എല്ലാവരും ഓടുന്നു. ഇടിപ്പോ എത്ര ആളുടെ വിളിക്കാൻ കാക്കുന്നേ?
അവർക്ക് എന്നെ വിളിച്ചിട്ട് നല്ലുണ്ടായി, അവർക്ക് കേട്ടണ നല്ലുണ്ടായി. അല്ലെങ്കിൽ നമ്മളെ മനസ്സിലുണ്ടാവും, അവർക്ക് വിളിക്കുക, അവർക്ക് കേൾക്കാം, ഒരു ഹായ് ഇടാ, അല്ലെങ്കിൽ ഒരു മിസ് കോൾ അടിക്കാം. എന്റെ അത്ര ബിരിസോൺ ഈ മിസ് കോൾ ഇടുന്ന നാളെ ആടേണ്ട അവരെ ബിസ്കിറ്റ് പോയാണ് മറ്റൊരു വായന വിഷയിടി. ഉമ്മ ബാപ്പ കെട്ടിയോള് കുട്ടിയോള് ഞങ്ങളെ സ്നേഹഭാജനങ്ങൾ അവരെല്ലാം ഞങ്ങളെ തനിച്ചാക്കി ഒറ്റക്കാക്കി ഭീകരമായ പരലോകത്ത് ഓടുന്നു എന്നത് നേര്. അത് വിട്, അവരെ വിട്. സ്വന്തം തടി നിനക്ക് സ്വന്തത്തിന് തന്നെ അവിടെ എതിരാണ്. എന്റെ ഈ തടി എനിക്കവിടെ എതിരാണ്. അല്ലോ മനത്തിമോ അലാ അഫ്വാഹിഹിം. ഓത് യാസീനല്ലേ, ഓത് എന്റെ കൂടെ ഓത്. അല്ലോ نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. എന്റെ ഈ തടിയിലുള്ള നാവ്, എന്റെ ഈ ബായി, അല്ലോ മനഖ്തിമു അലാ അഫ്വാഹിഹിം. അവിടെ അതാ അല്ലാഹ് ബീഗം വിടുന്നു, താ വിടുന്നു, ലോക്ക് ഇടുന്നു, പൂട്ടുന്നു. എന്റെ ബായി എനിക്ക് സപ്പോർട്ടില്ല, അല്ലാഹ് സീല് വെക്കുന്നു. എനിക്കെതിരെ എന്റെ കൈകൾ സംസാരിക്കുന്നു. എനിക്കെതിരെ എന്റെ കാലുകൾ സാക്ഷി പറയുന്നു. അല്ലാഹ് കാക്കട്ടെ. സ്വന്തക്കാര് പോലും, സ്വന്തം തടികൾ പോലും ഞങ്ങളെ ഇട്ടേജു പേടിച്ച് അവരവരെ വഴിയും നോക്കിയിട്ട് അങ്ങനെ ഓടുമ്പോ അവിടെ നമുക്ക് വേണ്ടി പാഞ്ഞു വരുന്നത് ആരറിയുമോ പെങ്ങളെ? ഞങ്ങളെ തേടി പാഞ്ഞു വരുന്നത് ആരറിയുമോ പെങ്ങളെ? ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവോട് ശഫാഅത്ത് തേടണത് ആരറിയുമോ? ഉമ്മ മുസ്തഫായ ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, അതെ ഞാനതാ മനുഷ്യ സന്തതികളുടെ നേതാവാണ്, ഞാൻ മനുഷ്യ മക്കളുടെ നേതാവാണ്, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. ആദ്യമായിട്ട് നാളെ പരലോകത്തേക്ക് ഭൂമി പിളർന്ന് ഖബർ പിളർന്ന് പുറത്തേക്ക് വരുന്നത് ഞാനാണ്. അതേ സാധുക്കളായ ഈ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് അവിടെ നിന്നുള്ളവനോട് ശുപാർശ തേടണത്, റെക്കമെൻഡേഷൻ പറയണത് മുസ്തഫായ റസൂലുള്ളയാണ്. പൊന്നാര നബി അവിടെ സുജൂദിലാണ്, നമുക്ക് വേണ്ടി അല്ലാഹുവോട് കരയുകയാണ്. അതുകൊണ്ടാ പറഞ്ഞ ബാപ്പാനെക്കാളേറെ, ഉമ്മാനെക്കാളേറെ, മക്കളെക്കാളേറെ, എല്ലാത്തിനെക്കാളേറെ അള്ളാന്റെ റസൂലിനെ പിരിശം വെച്ചോ എന്ന് പറഞ്ഞത് വെറുതെയല്ല. മുസ്തഫായ നബി തങ്ങൾ നമുക്ക് എല്ലാമാണ്. ارتكبت على الخطا غير حسر وعدد لك شكو فيه يا سيدي خير النبي കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി തങ്ങളോടന്യായം യാ സയ്യിദി ഖൈറൻ നബി ചൊല്ല് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ